നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് മോഡ്യൂളിലുള്ള ലോജിക് പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറഞ്ഞു. ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിന് ഒരു എക്സാമ്പിളായിട്ട് സ്കീം ലാംഗ്വേജസ് പഠിച്ചു. സ്കീം ലാംഗ്വേജസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് അറിഞ്ഞു. ഇനി നമ്മൾ ലോജിക് പ്രോഗ്രാമിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ആ ലോജിക് പ്രോഗ്രാമിങ്ങിന് എക്സാമ്പിളായിട്ട് നമ്മൾ പ്രൊലോഗിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയും. ഓക്കെ, എന്താണ് ലോജിക് പ്രോഗ്രാമിംഗ്? അതായത് ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിൽ ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടായിരുന്നു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ലോജിക്കൽ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ഓൺ പ്രെഡിക്കേറ്റ്സ് ലോജിക്കാണ്. അതായത് നമ്മൾ ലോജിക്കിനനുസരിച്ചിട്ടാണ് ലോജിക്കൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡൊക്കെ എഴുതുന്ന സമയത്ത് റീസണിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാറില്ലേ? അതൊക്കെ നിങ്ങൾ ലോജിക്ക് വെച്ചിട്ടല്ലേ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ അതുപോലെ DCSൽ പഠിക്കുന്ന സമയത്ത് അതിലൊക്കെ കുറേ പ്രെഡിക്കേറ്റ്സ് ലോജിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നതാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. കുറേ റൂളുകൾ നിങ്ങൾ ഇൻഫർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കുറേ തിയറം പ്രൂവ് ചെയ്തിട്ട് കുറേ എങ്ങനെയാണ് തിയറം പ്രൂവ് ചെയ്യുക, കുറേ റൂൾസ് വെച്ചിട്ട് തിയറം പ്രൂവ് ചെയ്യും അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ DCSൽ പഠിച്ചിട്ടുണ്ട്. അതുമാതിരി ഒരു കൺസെപ്റ്റാണ് ഏതിൽ യൂസ് ചെയ്യുന്നത്? ലോജിക് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൂൾ ബേസ്ഡ് ലാംഗ്വേജ് ആണെന്ത് ലോജിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റൂൾസ് എന്ന് പറയുന്നത് എന്താണ്? ഫോർമുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സിംബോളിക് ലോജിക്. നമ്മൾ ഈ റൂൾസ് ഒക്കെ ഉണ്ടാക്കുന്ന സിംബോളിക് ലോജിക് വെച്ചിട്ടാണ് ഈ റൂൾസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ റൂൾസ് എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് ലോജിക്കൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രൊലോഗ്, നമ്മൾ പ്രൊലോഗ് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അതായത് ലോജിക് പ്രോഗ്രാമിങ്ങിന് ഒരു എക്സാമ്പിളാണ് പ്രൊലോഗ് എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പോൾ പ്രൊലോഗിലെ പ്രോഗ്രാംസ് ഒക്കെ എന്താണ്? കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടായിരിക്കും. ഓക്കെ, ഒരു നമ്മളെ നാച്ചുറൽ ലാംഗ്വേജിലെ സ്റ്റേറ്റ്മെന്റ്സ് പോലെയുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്തത് 1970-ലാണ്. പിന്നെ ഈ ലോജിക്കൽ പ്രോഗ്രാമിംഗ് സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ് അത് നോക്കുന്നത്, അല്ലാതെ അത് എങ്ങനെ ചെയ്യുന്നു നോക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഇമ്പറേറ്റീവ് ലാംഗ്വേജിലൊക്കെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻസ്? എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് വരുന്നത്. അതായത് ഒരു പ്രൈം നമ്പർ ചെക്ക് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ പ്രൈം നമ്പർ ചെക്ക് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ലോജിക്കൽ പ്രോഗ്രാമിംഗ് ആണെങ്കിലോ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ആണെങ്കിലോ അത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്നതിന് അത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഓരോ സ്റ്റെപ്പിനും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് അത് നോക്കുന്നത്. അതായത് എന്താണ് അതിൻ്റെ ഗോള്, നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം എന്നത് മാത്രമാണ് അത് നോക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പിന് ഇമ്പോർട്ടൻസ് ഇല്ല. അത് ഏത് വഴിയെങ്കിലും ആ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് നമ്മുടെ ഗോള്, എന്താണ് നമ്മുടെ ഔട്ട്പുട്ട്, അത് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്റ്റേറ്റ്മെന്റ്സും പല റൂൾസും നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലോജിക്കൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് റൂൾ ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈ റൂൾസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സിംബോളിക് ലോജിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് ലോജിക്കൽ പ്രോഗ്രാമിംഗ് എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? വാട്ട് ദ കമ്പ്യൂട്ടർ ഷുഡ് ഡു. പക്ഷെ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, പിന്നെ പ്രെഡിക്കേറ്റ് ലോജിക് ഒക്കെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് 1970-ലാണ്. ഇതൊക്കെയാണ് ജനറലായിട്ട് നിങ്ങൾ ലോജിക്കൽ പ്രോഗ്രാമിങ്ങിനെ പറ്റി എഴുതേണ്ടത്. ഇയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ പറഞ്ഞു ലോജിക്കൽ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ഓൺ റൂൾസിന് ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ എന്താണ്? കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് പറഞ്ഞു ലോജിക്കൽ പ്രോഗ്രാമിങ്ങിൽ. ഈ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ആക്സിയോംസ് എന്നൊക്കെ പറയുന്നത്. സ്റ്റേറ്റ്മെന്റിനെയാണ് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ആക്സിയോം എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിയറം പ്രൂവ് ചെയ്യുക. ഓക്കെ, തിയറം പ്രൂവ് ചെയ്യാൻ മീൻസ് എന്താണ്? നിങ്ങൾ DCSലൊക്കെ തിയറം പ്രൂവ് ചെയ്യുന്നില്ലേ? കുറേ സ്റ്റേറ്റ്മെന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇന്നതാണ് അങ്ങനെയാണ്, അതായത്
കുറെ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു തിയറം ഒക്കെ പ്രൂവ് ചെയ്യുന്നില്ലേ DCSന്റെ കേസിൽ. ഓക്കെ, അതുപോലെ ഇവിടെ എന്താണ് തിയറം എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ഗോളാണ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറെ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ പെർട്ടിക്കുലർ തിയറം പ്രൂവ് ചെയ്യാൻ മീൻസ് നമ്മൾ ആ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തുവാണ്. ഓക്കെ, ഈ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോജിക്കൽ പ്രോഗ്രാമിംഗിന്റെ കേസിൽ ആക്സിയോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിയോം എന്നുള്ള ടേം ഓർത്തെടുക്കുക. കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഈ ആക്സിയോം എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു തിയറം പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓഫ് ലോജിക്കൽ പ്രോഗ്രാമിംഗ് ഒരുപാടുണ്ട്. ഹോൺ ക്ലോസസ്, റെസല്യൂഷൻ, യൂണിഫിക്കേഷൻ, ഇതിലിടയ്ക്ക് കുറെ കാര്യങ്ങൾ ഇനിയും വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഹോൺ ക്ലോസ്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫാക്ട് എന്താണ്, റൂൾ എന്താണ്, കൊറി എന്താണ്, അങ്ങനെ കുറെ, അല്ലെങ്കിൽ ഹോൺ ക്ലോസ് എന്താണ്. എന്താണ് ഈ ഹോൺ ക്ലോസ് നമുക്ക് നോക്കാം. അതായത് എല്ലാം ക്ലോസസ് ആയിട്ടാണ് ലോജിക്കൽ പ്രോഗ്രാമിങ്ങിൽ എഴുതുന്നത്. എ പ്രോഗ്രാം ഈസ് എ ഡാറ്റാ ബേസ് ഓഫ്, അല്ലെങ്കിൽ ഹോൺ ക്ലോസസ്. പ്രോഗ്രാം എന്ന് പറയുന്നത് ഹോൺ ക്ലോസസ് ആണ്. കുറേ ക്ലോസസുകൾ കൂടിച്ചേർന്നിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം വരുന്നത്. ഓക്കെ, ക്ലോസസുകൾ കൂടിച്ചേർന്നിട്ട്, ഹോൺ ക്ലോസസുകൾ കൂടിച്ചേർന്നിട്ട്. അതായത് ഈ ഹോൺ ക്ലോസസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫാക്ട്, റൂള്. നമ്മൾ പറഞ്ഞു ലോജിക്കൽ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ഓൺ റൂൾസ് ആണ്. ഈ റൂൾസ് തന്നെയാണ് എന്ത് ഹോൺ ക്ലോസസ് എന്ന് പറയുന്നത്. ഹോൺ ക്ലോസസിന്റെ ഒരു വെറൈറ്റിയാണ് എന്ത് റൂൾ എന്ന് പറയുന്നത്. ഹോൺ ക്ലോസസിന്റെ ഒരു വെറൈറ്റിയാണ് ഫാക്ട് എന്ന് പറയുന്നത്. ഹോൺ ക്ലോസസിന്റെ ഒരു വെറൈറ്റിയാണ് എന്ത് കൊറി എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോജിക്കൽ പ്രോഗ്രാമിംഗ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോജിക്കൽ പ്രോഗ്രാമിംഗ് എന്താണ്, ഹോൺ ക്ലോസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹോൺ ക്ലോസസ് ആണ് എന്ത് റൂൾസും ഫാക്റ്റും ക്വറീസും ഒക്കെ. ഓക്കെ, അതിന്റെ ഡിഫറെന്റ് വേരിയേഷൻ ആണ്. നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ഹോൺ ക്ലോസസ് യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫാക്ട് യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ റൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ പെർട്ടിക്കുലർ ഗോളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ പ്രോഗ്രാം തുടങ്ങുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അസ്യൂം ടു ബി ട്രൂ ആണെന്ന രീതിയിലാണ് അങ്ങ് തുടങ്ങുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവും എന്ന രീതിയിൽ അങ്ങ് തുടങ്ങി വരും. ഓക്കെ, അതായത് ലോജിക്കൽ പ്രോഗ്രാമിംഗിൽ ഹോൺ ക്ലോസസ് ദാറ്റ് ആർ അസ്യൂംഡ് ടു ബി ട്രൂ. ആ ഒരു ആദ്യം തന്നെ ഇനീഷ്യലി നമ്മളെല്ലാം ട്രൂ ആണെന്നുള്ള അസംഷനിലാണ് തുടങ്ങുന്നത് ലോജിക്കൽ പ്രോഗ്രാമിംഗ്. ഓക്കെ, ഈ ഹോൺ ക്ലോസസിന് പ്രൊലോഗില് ഹോൺ ക്ലോസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫാക്ട് ഓർ റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ട് ഓർ റൂൾസ് ഞാൻ പറഞ്ഞു. അതുപോലെ ഓരോ ഫാക്റ്റും ഓരോ റൂളും എൻഡ് വിത്ത് എ പീരീഡ്. ദാറ്റ് മീൻസ് അത് എൻഡ് ചെയ്യുന്നത് ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ ഒരു ഡോട്ട് ഉണ്ടായിരിക്കും. അതിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ സിൻടാക്സ് ഉണ്ടല്ലോ ലാംഗ്വേജ് എഴുതുമ്പോൾ, അതുപോലെ ലോജിക്കൽ പ്രോഗ്രാമിംഗിൽ ഒരു സിൻടാക്സ് ആണ് എന്ത് ഏത് ഫാക്റ്റും ഏത് റൂളും കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഡോട്ട് എഴുതും. അതായത് ഒരു പീരീഡ്, എൻഡ് വിത്ത് എ പീരീഡ്. രണ്ട് തരത്തിലുള്ള ഹോൺ ക്ലോസസ് ഉണ്ട്. ഹെഡ്ലെസ് ഹോൺ ക്ലോസസും ഹെഡഡ് ഹോൺ ക്ലോസസും. ഈ ഹെഡ്ലെസ് ഹോൺ ക്ലോസസിനെയാണ് നമ്മൾ ഫാക്ട് എന്ന് പറയുന്നത്. ഹെഡഡ് ഹോൺ ക്ലോസസിനെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും ചോദിക്കുന്നതാണ് റൂൾസും ഫാക്റ്റും. ഓക്കെ, അപ്പോൾ ഹോൺ ക്ലോസസിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്കൊരു ഹെഡഡ് ഹോൺ ക്ലോസസും ഹെഡ്ലെസ് ഹോൺ ക്ലോസസും. ഈ ഹെഡഡ് ഹോൺ ക്ലോസസ് ആണ് റൂൾസും, ഹെഡ്ലെസ് എന്ന് പറയുന്നത് ഫാക്റ്റ് ആണ്. ഇനി എന്താണ് ഫാക്റ്റും റൂളും എന്ന് നമുക്ക് നോക്കാം. ഇനിയും ഇത് നമ്മൾ കുറേ സമയം ഇത് ഈ ഫാക്റ്റും റൂളിന്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇത് ജനറൽ ആയിട്ടൊന്ന് പറയുന്നു, പിന്നെയും നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുന്നു, ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് റിപ്പീറ്റ് ആയിട്ട്. A fact is a clause. Fact എന്ന് പറയുന്നത് ഒരു ഹോൺ ക്ലോസ് ആണ് വിത്തൗട്ട് എ റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഇല്ലാതെ ഹോൺ ക്ലോസസിനെയാണ് നമ്മൾ ഫാക്ട് എന്ന് പറയുന്നത്. ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു സത്യം, അതായത് അതാണ്, അതിനൊരു മാറ്റമില്ല. ഓക്കെ, ഫാക്ട് ഇസ് എ ക്ലോസ് വിത്തൗട്ട് എ റൈറ്റ് ഹാൻഡ് സൈഡ്. ഒരു ഹോൺ ക്ലോസ് ആണ് ഫാക്ട്, പക്ഷെ അതിന് റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ റെയിനി റോഞ്ചസ്റ്റർ, പീരീഡ് എൻഡ് വിത്ത് എ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെയിനി റോഞ്ചസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഫാക്ട് ആണ്. ബിൽ മെയിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫാക്റ്റ് ആണ്. എക്സാമ്പിൾ ആണ് ഇതൊക്കെ. ഫീമെയിൽ മേരി, ഇതൊരു ഫാക്റ്റ് ആണ്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്റ്റ് എന്ന് പറയുന്നത്. അതായത് റെയിനി റോഞ്ചസ്റ്റർ ഒരു ഫാക്റ്റ് ആണ്, മെയിൽ ബിൽ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ആണ്, ഫീമെയിൽ മേരി ഇതൊരു ഫാക്റ്റ് ആണ്. ഓക്കെ, മേരി എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, ബിൽ എന്ന് പറയുന്നത് മെയിൽ ആണ്. അപ്പൊ ഇതൊരു ഫാക്റ്റ് ആയിട്ട് നമ്മളവിടെ എഴുതിയതാണ്. അത് ആ ഫാക്റ്റ് ആണ്, അത് മാറില്ല.
ഓക്കെ, എൻഡ് വിത്ത് എ പീരീഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡോ റൈറ്റ് ഹാൻഡ് സൈഡോ ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയതുപോലെയാണ്. ഇതിനെയാണ് നമ്മൾ ഫാക്ട് എന്ന് പറയുന്നത്. ഇതൊരു ഹോൺ ക്ലോസസ് ആണ് വിത്തൗട്ട് എ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മൾ തുടങ്ങുന്നുള്ളൂ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ലോജിക്കൽ പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. റെയിനി റോഞ്ചസ്റ്റർ ഒരു ഫാക്ട് ആണ്. മെയിൽ ബിൽ എന്ന് പറയുന്നൊരു ഫാക്ട് ആണ്. ഫീമെയിൽ മേരി എന്ന് പറയുന്നൊരു ഫാക്ട് ആണ്. ഹോൺ ക്ലോസസിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഇല്ലാത്ത ഹോൺ ക്ലോസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് റൂള്? റൂൾ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉള്ള ഹോൺ ക്ലോസസിനെയാണ് നമ്മൾ റൂൾ എന്ന് പറയുന്നത്. എ റൂൾ ഹാസ് എ റൈറ്റ് ഹാൻഡ് സൈഡ്. റൂളിന് എന്തുണ്ടാവും? റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും. ഇവിടെ നിങ്ങൾ നോക്കിയേ, സ്നോവി എക്സ്, റെയിനി എക്സ്, കോൾഡ് എക്സ്. അതായത് ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡാണ്. ഇങ്ങനെയാണ് നമ്മൾ ലോജിക്കൽ പ്രോഗ്രാമിങ്ങിൽ ഒരു റൂൾ എഴുതുക. ഓക്കെ, ഈ റൂള് ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉള്ള ഹോൺ ക്ലോസസ് ആണ്. അതുകൊണ്ടാണ് അതിനെ റൂൾ എന്ന് പറയുന്നത്. ഒരു റൂൾ ഇങ്ങനെയാണ് എഴുതുക, സിമ്പിൾ ആയിട്ടൊരു. ഇത് ഹെഡ്ലെസ് ഹോൺ ക്ലോസ്, സോറി, ഇത് ഹെഡഡ് ഹോൺ ക്ലോസ് ആണ് കേട്ടോ. ഇവിടെ ഹെഡിങ് മാറിപ്പോയതാണ്. ഇത് ഹെഡ്ലെസ് ഹോൺ ക്ലോസ് ആണ്. എന്ത്? ഫാക്ട്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് എഴുതുമ്പോൾ മാറിയതാണ്. ഓക്കെ, റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഹെഡഡ് ഹോൺ ക്ലോസസ് ആണ്. ദാറ്റ് മീൻസ് അതിനൊരു ഹെഡ് ഉണ്ടാവും. ഇവിടെ എന്താണ്? ഇതാണ് ഹെഡ്. ഓക്കെ, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്നോവി എക്സ്. അതായത് ഒരു എക്സ് എന്ന് പറയുന്ന എന്തെങ്കിലും വേരിയബിൾ സ്നോവി ആവണമെങ്കിൽ അവിടെ എന്തായിരിക്കണം? അത് റെയിനിയും ആയിരിക്കണം, കോൾഡും ആയിരിക്കണം. ഓക്കെ, റെയിനിയും കോൾഡും ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സ്നോവി ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് ഒരു റൂള്. നമ്മുടെ അസംഷൻ ആണ്, എല്ലാം അസ്യൂം ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രിഡിക്കേറ്റ് തുടങ്ങുന്നത് തന്നെ എന്താണ്? എല്ലാ റൂൾസും അല്ലെങ്കിൽ ഹോൺ ക്ലോസസും അസ്യൂം ടു ബി ട്രൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലോജിക്കൽ പ്രോഗ്രാമിങ്ങിൽ പ്രോഗ്രാം ചെയ്തു തുടങ്ങുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു സാധനം എക്സ് എന്ന് പറയുന്നത് എനിത്തിങ്, അത് സ്നോവി എക്സ് ആണെങ്കിൽ അത് റെയിനി എക്സും ആയിരിക്കണം, കോൾഡ് എക്സും ആണെങ്കിൽ മാത്രമാണ് അതിന് സ്നോവി എക്സ് എന്ന് പറയാൻ പറ്റും. ഇവിടെ സിമ്പിൾസ് ഉണ്ട്. ഇവിടെ ഇതിനെയാണ് ടോക്കൺ എന്ന് പറയുന്നത്. ഈ ഒരു ഇംപ്ലിക്കേഷൻ സിമ്പിളിനെയാണ് ലോജിക്കൽ പ്രോഗ്രാമിങ്ങിൽ ടോക്കൺ എന്ന് പറയുന്നത്. ഇനി കൊമേനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൻഡ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ലോജിക്കൽ പ്രോഗ്രാമിങ്ങിൽ കൊമ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൻഡ് ആണ്. ഇതൊക്കെ എഴുതണം കേട്ടോ ലോജിക്കൽ പ്രോഗ്രാമിംഗ് ചോദിച്ചാൽ. പിന്നെ എൻഡ് വിത്ത് എ പീരീഡ്. ഇതൊക്കെയാണ് അതിന്റെ സിൻടാക്സ്. ഓക്കെ, ഇത് ഇംപ്ലിക്കേഷൻ സിമ്പിളിനെ ടോക്കൺ എന്ന് പറയുന്നത്. ഇത് കോമയാണ്, അതിന് ആൻഡ് ആണ് ഇതിന്റെ റെപ്രസെന്റ്. റെയിനി ആൻഡ് കോൾഡ് എക്സ് എന്നാണ് ഇതിന്റെ മീനിങ്. ഇത് എൻഡ് വിത്ത് എ പീരീഡ്. ഇനി നമ്മൾ ഇനിയും ഫാക്ട് ആൻഡ് റൂൾസിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. The clauses in a prolog database can be classified as a fact or rule. നമ്മൾ നേരത്തെ പറഞ്ഞു. Each of which and with a period. അത് നമ്മൾ പഠിച്ചു. A fact in a horn clause. Fact എന്ന് പറയുന്ന ഹോൺ ക്ലോസ് എന്താണ്? വിത്തൗട്ട് എ റൈറ്റ് ഹാൻഡ് സൈഡ്. അത് നമ്മൾ പറഞ്ഞു. ഇറ്റ് ലുക്സ് ലൈക്ക് എ സിംഗിൾ ടേം. അതൊരു സിംഗിൾ ടേം പോലെയാണ് കാണാം. ദ ഇംപ്ലിക്കേഷൻ സിമ്പിൾ ഈസ് ഇംപ്ലിസിറ്റ്. ഇംപ്ലിക്കേഷൻ സിമ്പിൾ എന്താണ്? ഇംപ്ലിസിറ്റ് ആണ്. അത് അങ്ങനെയാണ് എന്ന് എന്താണ്? ഡിഫോൾട്ട് ആണ്. നേരത്തെ എന്താണ്? ഇംപ്ലിക്കേഷൻ സിമ്പിൾ ഇത് രണ്ടും ആണെങ്കിലാണ് ഇത് എന്നുള്ള ഒരു ഇംപ്ലിക്കേഷൻ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് ഇംപ്ലിസിറ്റ് ആണ്. ഇവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. പക്ഷെ ഇതിന്റെ കേസിൽ ഇംപ്ലിക്കേഷൻ സിമ്പിൾ ഈ എന്താണ്? ഇംപ്ലിസിറ്റ് ആണ്. റെയിനി റോഞ്ചസ്റ്റർ ഇതൊരു ഫാക്ട് ആണ്. ഇതിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഫാക്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ഹെഡഡ് ഹോൺ ക്ലോസ് ആണ്. സോറി, ഹെഡ്ലെസ് ഹോൺ ക്ലോസ് ആണ് ഫാക്ട്. റൈറ്റ് ഹാൻഡ് സൈഡ് ഇല്ലാത്ത ഹോൺ ക്ലോസിനെയാണ് നമ്മൾ ഫാക്ട് എന്ന് പറയുന്നത്. അതൊരു സിംഗിൾ ടേം പോലെയാണ് കാണുക. അതിൽ ഇംപ്ലിക്കേഷൻ സിമ്പിൾ ഒക്കെ ഇംപ്ലിസിറ്റ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ഫാക്ടിനെ പറ്റി ചോദിച്ചാൽ എഴുതാം. ഇനി റൂൾ എന്താണ്? റൂൾ ഹാസ് എ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ പഠിച്ചു. അതിനെന്തുണ്ടാവും? ഇംപ്ലിക്കേഷൻ സിമ്പിൾ ഉണ്ടാവും. എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആൻഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഫോർ ഓൾ എക്സ്, എല്ലാ എക്സും നിങ്ങൾ റീസണിങ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫോർ ഓൾ എക്സ് അല്ലെങ്കിൽ എന്താണ് DCS ഒക്കെ സമയത്ത് നിങ്ങൾ ഫോർ ഓൾ എക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫോർ ഓൾ എക്സ്, എക്സ് ഇസ് എ സ്നോവി. എക്സ് സ്നോവി ആണെങ്കിൽ ഈ എക്സ് ഇസ് റെയിനി ആൻഡ് എക്സ് ഇസ് കോൾഡ്. എക്സ് റെയിനിയും എക്സ് കോൾഡും ആണെങ്കിൽ മാത്രമാണ് എക്സ് സ്നോവി ആവുന്നത്. ഓക്കെ, ഇതാണ് റൂള്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോവാണ് ക്വറീസ്. ക്വറീസ് ആക്ച്വലി ലോജിക്കൽ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നില്ല. ക്വറീസ് എന്ന് പറയുന്ന സംഭവങ്ങൾ. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു റൈറ്റ് എ ക്ലോസ്. നമുക്ക് ക്ലോസിനെ എന്നും കൂടി എഴുതാം വിത്ത് എ എംപ്റ്റി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അങ്ങനെയുള്ള ക്ലോസിനെയാണ് നമ്മൾ ക്വറി അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു റൈറ്റ് എ ക്ലോസ്. നമുക്ക് ക്ലോസിനെ എന്തായിട്ട് എഴുതാം? ക്ലോസിനെ നമ്മൾ ഹെഡഡ് ഹോൺ ക്ലോസ് ഉണ്ട്, ഹെഡ്ലെസ് ഹോൺ ക്ലോസ് ഉണ്ട്.
ഹെഡഡ് ആണെങ്കിൽ എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും, ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും. ഹെഡ്ലെസ് ആണെങ്കിൽ വിത്തൗട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. ക്വറീസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു റൈറ്റ് എ ക്ലോസ്. നമുക്ക് ക്ലോസിനെ എങ്ങനെയും എഴുതാം, വിത്ത് എൻ എംപ്റ്റി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അങ്ങനെയുള്ള ക്ലോസിനെയാണ് നമ്മൾ ക്വറി അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്വറീസ് ആർ എൻഡേർഡ് വിത്ത് എ സ്പെഷ്യൽ സിമ്പൽ. ക്വറീസിന് മുന്നേ എന്തുണ്ടാവും, ഇതുണ്ടാവും, ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ഇവിടെ റെയിനി സീറ്റിൽ, റെയിനി റോഞ്ചസ്റ്റർ, ഇത് രണ്ടും ഫാക്റ്റ് ആണ്. ഓക്കെ, ഇതെന്താണ്, ഒരു കൊറിയാണ്. ഇനി ഇത് ഈ സിമ്പിൾ ഉള്ളതുകൊണ്ട് ഇത് കൊറിയാണ്. റെയിനി, റെയിനി സീ, സീക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരാം, സീറ്റിലാവാം, റോഞ്ചസ്റ്റർ ആവാം. ഓക്കെ, അതാണ് റോഞ്ചസ്റ്റർ ആവാം, സീറ്റിലാവാം. കൊറി നമ്മളൊരു കൊറിയാണ്, അതായത് സീൽ എന്താവാം, അതൊരു കൊറിയാണ്. നമ്മളൊരു കൊറി ചോദിക്കുകയാണ് സീൽ എന്തൊക്കെ വരാം പോസിബിലിറ്റി. കാരണം രണ്ട് ഫാക്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റെയിനി സീറ്റിലാവും, റെയിനി റോഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ രണ്ട് ഫാക്ട് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കൊറീസ് വരാം, സീക്ക് എന്തൊക്കെ കൊറീസ് വരാം, സീറ്റിലാവാം, റോഞ്ചസ്റ്റർ ആവാം. ഓക്കെ, ആ രണ്ട് കൊറീസ് വരാം. ജസ്റ്റ് ഇത് എന്താണ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു. അപ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇല്ലാത്ത ഓൺ ക്ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊറീസ്. ഓക്കെ, അതിൽ എന്തുണ്ടാവും, ഒരു സ്പെഷ്യൽ സിമ്പിൾ ഉണ്ടാവും, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയാലും മതി. അപ്പോൾ കൊറി എന്താന്ന് പഠിച്ചു, ഫാക്ട് എന്താന്ന് പഠിച്ചു, റൂൾ എന്താന്ന് പഠിച്ചു. ഓക്കെ, ഹോൺ ക്ലോസ് എന്താന്ന് പഠിച്ചു. ഇനി നമ്മൾ ഹെഡഡ് ഹോൺ ക്ലോസ്, അതായത് നമ്മുടെ റൂള് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാൻ പോവാണ്. കാരണം ഇത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് റൂൾ ബേസ്ഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ റൂൾസ് ആണ് നമ്മൾ കൂടുതലും ലോജിക്കൽ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ എന്താ പഠിച്ചിരിക്കണം, റൂൾസിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ പഠിച്ചിരിക്കണം. എ ഹോൺ ക്ലോസ് കൺസിസ്റ്റ് ഓഫ് എ ഹെഡ്. അങ്ങനെയുള്ള ഹോൺ ക്ലോസ് ആണ്, ഹെഡഡ് ഹോൺ ക്ലോസ് ആണ് റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓർ കോൺസിക്വന്റ് ടേം, ഹെഡിനെ നമുക്ക് കോൺസിക്വന്റ് ടേം എന്നുള്ള രീതിയിലും പറയാം. കോൺസിക്വന്റും ആന്റിസിഡന്റും. Consequent term H and a body consist of BI. That means ഇത് H, ഇത് ഹെഡ്, അതായത് ഹെഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് B1, B2, up to BN. B1 ആൻഡ് B2 ആൻഡ് B3 എന്നാണ് കേട്ടോ, ആൻഡ് ആണ് കൊമ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഹെഡഡ് ഹോൺ ക്ലോസ് അല്ലെങ്കിൽ ഒരു റൂളിന് എക്സാം ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ H ട്രൂ ആവണമെങ്കിൽ ഈ all BIs are true. BI and B2 and B3 and up to BN are true ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് ട്രൂ ആണ് നമുക്ക് പറയാം. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, സ്നോവി എക്സ് ആവണമെങ്കിൽ എന്തായിരിക്കണം, കോൾഡ് എക്സും ആയിരിക്കണം. റെയിനി എക്സും ആണെങ്കിൽ മാത്രമാണ് ഇതൊരു സ്നോവി എക്സ് ആവുന്നത്. എക്സ് ഈ സ്നോവി ഈ എന്താണ് കോൾഡ് എക്സ് ആൻഡ് റെയിനി എക്സ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് സ്നോവി എക്സ് ആവും. അതുപോലെ തന്നെ ഈ ഒരു എക്സ് ട്രൂ ആവണമെങ്കിൽ B1 ആൻഡ് B2 ആൻഡ് അപ് ടു BN ആർ ട്രൂ. ഓക്കെ, അതാണ് ജനറൽ ആയിട്ടുള്ള സിൻടാക്സ്. The semantics of the statements are when the BI are all true, we can deduce that H is a true as well. Okay, അത് തന്നെയാണ് നമ്മൾ ഈ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. H is true if all the BIs are true. അതാണ് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ. H ട്രൂ ആണെങ്കിൽ, H ട്രൂ ആവണമെങ്കിൽ ഈ all BIs are true ആവണം. ഓക്കെ, അതാണ് ഹെഡഡ് ഹോൺ ക്ലോസ്. കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ അതിനെ നമ്മൾ ഹെഡ് എന്ന് പറയും, അല്ലെങ്കിൽ കോൺസിക്വന്റ് ടേം എന്ന് പറയും. ഇതാണ്. ഇനി അതിനൊന്നും കൂടെ പിന്നെയും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടും കൂടെ അവർ പറഞ്ഞിരിക്കുകയാണ്. ജനറൽ ഫോം ഓഫ് ദ, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ, പല രീതിയിൽ എഴുതിയതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാം. റൂളും ക്വറീസും ഫാക്റ്റൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ജനറൽ ഫോം ഓഫ് ദ, കാരണം നിങ്ങൾ 4th മോഡ്യൂളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, വളരെ എളുപ്പമാണ് പഠിക്കാൻ. പക്ഷെ പഠിച്ചത് മാത്രമേ ചോദിക്കുള്ളൂ, അതാണ് വേറൊരു കാര്യം. ദ ജനറൽ ഫോം ഓഫ് ദ പ്രൊലോ ഹെഡഡ് ഹോൺ ക്ലോസ് സ്റ്റേറ്റ്മെന്റ്. ജനറൽ ഫോം തന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്. ഇതേ സാധനത്തിന് നമ്മൾ ഒന്നും കൂടെ ഇങ്ങനെയും എഴുതാം. കോൺസിക്വൻസ് ആന്റിസിഡന്റ് എക്സ്പ്രഷൻ, ഇതാണ് കോൺസിക്വൻസ്, ഇത് ആന്റിസിഡന്റ് എക്സ്പ്രഷൻ ആണ്. ഇതെല്ലാം ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, കോൺസിക്വൻസ് ട്രൂ ആയിട്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിനെ കുറച്ചും കൂടെ ജനറലൈസ് ചെയ്തു. ഹെഡഡ് ഹോൺ ക്ലോസിനെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മദർ ഓഫ് എക്സ് വൈ ആണെങ്കിൽ അതെന്തായിരിക്കും, പാരന്റ് എക്സ് വൈ ആയിരിക്കും. ഓക്കെ, ഫാദർ എക്സ് വൈ ആണെങ്കിൽ അത് ഇംപ്ലൈ ഫാദർ എക്സ് വൈ ആണെങ്കിൽ അത് പാരന്റ് എക്സ് വൈ ആയിരിക്കും. പിന്നെ എന്താണ്, സ്നോവി റെയിനി എക്സ് വൈ ആൻഡ് കോൾഡ് വൈ സെഡ് ആണെങ്കിൽ അത് എന്തായിരിക്കും, സ്നോവി എക്സ് സെഡ് ആയിരിക്കും. ഈ എക്സ് വൈ എക്സ് സെഡ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന റൂൾ എന്ന് പറയുന്നത് ഒരു ഇംപ്ലിക്കേഷൻ അല്ല,
റെസൊല്യൂഷൻ ആണ് കേട്ടോ. ഇത് ഇവിടെ എക്സ് സെറ്റ് വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഈ രണ്ട് റൂളും കൂടെ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ടാണ് സ്നോവി എക്സ് സെറ്റ്. കാരണം റെയിനി എക്സ് വൈയും കോൾഡ് വൈ സെറ്റും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ എക്സ് സെറ്റ് വന്നു എന്നുള്ളത്. ഓക്കെ, ഇത് വേറൊരു റൂളാണ്. റെസൊല്യൂഷൻ എന്ന് പറയുന്ന റൂൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇത് സ്നോവി എക്സ് സെറ്റ് ആയത്. ഓക്കെ, അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് റൂളും ക്വറീസും ഫാക്റ്റും. അപ്പൊ റൂൾസ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇനി നമ്മൾ പ്രൊലോഗിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആണ് പറയാൻ പോകുന്നത്. പ്രൊലോഗിന്റെ നമ്മള് സി ആണെങ്കിലും CPP ആണെങ്കിലും ജാവ ആണെങ്കിലും ഇപ്പൊ പഠിച്ച സ്കീം ആണെങ്കിലും നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതായത് അതിന്റെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സി ആണെങ്കിൽ പിന്നെ ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് പഠിക്കുന്നുണ്ടായിരുന്നു നമ്മൾ. അതുപോലെ എന്താണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, വേരിയബിൾ, ഐഡന്റിഫയർ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്കീം പഠിച്ചപ്പോഴും നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? കുറേ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹയർ ഓർഡർ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ പ്രിമിറ്റീവ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കീമിലും പഠിച്ചു. അതുപോലെ പ്രൊലോഗിലും പ്രൊലോഗിന്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കണം. പ്രൊലോഗിന്റെ ബേസിക് ഫീച്ചേഴ്സിൽ വരുന്നതാണ് ആറ്റംസ്, വേരിയബിൾസ്, സ്കോപ്പ് ആൻഡ് ടൈപ്പ്, സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രെഡിക്കേറ്റ്സ്, ഫാക്ട്സ് ആൻഡ് റൂൾ, ക്വറീസ്, റെസൊല്യൂഷൻ ആൻഡ് യൂണിഫിക്കേഷൻ, ലിസ്റ്റ്, അരിത്മെറ്റിക്, സെർച്ച്, എക്സിക്യൂഷൻ, ഓർഡർ. ഇതിൽ നമ്മൾ ഫാക്റ്റും റൂളും പഠിച്ചു, ക്വറീസ് പഠിച്ചു. ഇനി റെസൊല്യൂഷൻ ആൻഡ് യൂണിഫിക്കേഷനും ലിസ്റ്റും അരിത്മെറ്റിക് ആൻഡ് സെർച്ച് ഓർഡർ ഇത്രയും നമുക്ക് പഠിക്കണം. ഇനി അതുപോലെ എന്താണ് ആറ്റംസ് എന്താണ്, വേരിയബിൾ എന്താണ്, സ്കോപ്പ് എന്താണ്, ടൈപ്പ് എന്താണെന്ന് പഠിക്കണം. സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രെഡിക്കേറ്റ്സ്, ഇതൊക്കെ ഇതിന്റെ പ്രൊലോഗിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കാൻ പോവാണ്. വളരെ സിമ്പിൾ ആണ്, വേഗം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ ആറ്റംസും വേരിയബിൾസും സ്കോപ്പ് ആൻഡ് ടൈപ്പ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു പ്രൊലോഗ് ലോജിക്കൽ പ്രോഗ്രാമിംഗ് ആണ്. ഇന്റർപ്രറ്റർ റൺസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡാറ്റാബേസ് ഓഫ് ഓൺ ക്ലോസ് ദാറ്റ് ആർ അസ്യൂംഡ് ടു ബി ട്രൂ. ആ ഒരു അസംഷനിലാണ് ഇന്റർപ്രറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് ക്ലോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ ടേംസ്. ഓക്കെ, ഓരോ ക്ലോസിനെയും നമ്മൾ ടേംസ് ആണ് കമ്പോസ്ഡ് ഓഫ് എ ടേംസ്. കുറച്ച് ടേംസുകൾ കൂടിച്ചേർന്നതാണ് ഓരോ ക്ലോസും എന്ന് പറയുന്നത്. ആ ടേം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾ ആവാം, സ്ട്രക്ചേഴ്സ് ആവാം. ഓക്കെ, നമ്മൾ ലോജിക്കൽ പ്രോഗ്രാമിംഗ് കുറെ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതുന്നത്. ആ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ജസ്റ്റ് എന്താണ് കുറെ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൂടി ചേർന്നാണ് ഒരു ടേം എന്ന് പറയുന്നത്. ആ ടേമിൽ എന്തുണ്ടാവാം? കോൺസ്റ്റന്റ് ആയിരിക്കാം, വേരിയബിൾസ് ആയിരിക്കാം, സ്ട്രക്ചേഴ്സ് ആയിരിക്കാം. കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രൊലോഗിന്റെ ആറ്റംസ്, വേരിയബിൾസ്, സ്കോപ്പ് ഇതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതിനു മുന്നേ നമ്മൾ എന്ത് പറഞ്ഞു? ഓരോ ക്ലോസും ടേം ആണ്. ആ ടേം തന്നെ എന്തുണ്ടാവും? കോൺസ്റ്റന്റ് ആയിരിക്കാം, വേരിയബിൾസ് ആയിരിക്കാം, സ്ട്രക്ചേഴ്സ് ആയിരിക്കാം. കോൺസ്റ്റന്റ് എന്താണ്? ഐദർ ആറ്റം ഓർ എ നമ്പർ. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, ടേം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾ ആവാം, സ്ട്രക്ചർ ആവാം. കോൺസ്റ്റന്റ് തന്നെ എന്താവാം? ഒരു ആറ്റം ആവാം, അല്ലെങ്കിൽ നമ്പർ ആവാം. ഓക്കെ, ആറ്റം ആവാം, നമ്പർ ആവാം, കോൺസ്റ്റന്റ്. ആറ്റം എന്ന് പറയുന്നത് സിമ്പിൾസ് ആണ്. സിമ്പിൾസിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. നമ്പർ എന്താണ്? സാധാ നമ്പർ, അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിരിക്കാം, ഇൻറ്റിജർ ആയിരിക്കാം. സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഇതൊരു സ്ട്രക്ചറാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫാക്ട് ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ലോജിക്കൽ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഫാക്ടിന് നമ്മൾ ലോജിക്കൽ പ്രെഡിക്കേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ട് തന്നെ നമുക്ക് സ്ട്രക്ചർ, ഈ രൂപത്തിലുള്ള സാധനവും നമുക്ക് എന്തുണ്ടാവാം? നമ്മൾ ലോജിക്കൽ പ്രോഗ്രാമിൽ യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ ഫാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആറ്റംസ് എന്താണെന്ന് പഠിക്കാം. അതായത് നമ്മൾ ഓരോന്നും 1 by 1 ആയിട്ട് പഠിക്കുവാണ്. ജസ്റ്റ് ഇതിവിടെ ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ ആറ്റം എന്താണെന്ന് പഠിക്കും, വാരിയബിൾ എന്താണെന്ന് പഠിക്കും, സ്ട്രക്ചേഴ്സ് എന്താണെന്ന് പഠിക്കും. ആറ്റം എന്ന് പറയുന്നത് സിംബോളിക് ഇതിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സിംബോളിക് എന്താണ് സിംബൽസിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സിയിലൊക്കെ നമ്മൾ ഐഡന്റിഫയർ എഴുതൂലേ, അതുപോലെ തന്നെയാണ് ആറ്റം. ആറ്റം ലുക്സ് ലൈക്ക് ആൻ ഐഡന്റിഫയർ. ആറ്റംസ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ പോലെയാണ്. നമ്മൾ സിയിൽ എഴുതുന്ന ഐഡന്റിഫയർ പോലെയാണ് ആറ്റം. ഐഡന്റിഫയർ എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഐഡന്റിഫയർ. അപ്പൊ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ കുറച്ച് എന്തുണ്ടാവും? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവില്ല ഐഡന്റിഫയറിന്. ബിഗിൻസ് വിത്ത് ലെറ്റർ ആയിരിക്കണം, പിന്നെ എന്താണ്, അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഇവിടെയും ആറ്റംസിന് കുറച്ച് റൂൾസ് ഉണ്ട്. ബിഗിൻസ് വിത്ത് ലോവർ ലെറ്റർ ആയിരിക്കും. ആ സീക്വൻസ് ഓഫ് പങ്ക്ച്വേഷൻ, ക്യാരക്ടർ ഓർ എ കോട്ടഡ് ക്യാരക്ടർ സ്ട്രിംഗ്. അതിനുശേഷം എന്തായിരിക്കാം? പങ്ക്ച്വേഷൻ ഉണ്ടാവാം, ക്യാരക്ടേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ കോട്ടഡ് ക്യാരക്ടർ സ്ട്രിംഗ് ഉണ്ടാവാം.
ബിഗിൻ ചെയ്യുന്നത് എപ്പോഴും ലോവർ കേസ് ലെറ്ററിലായിരിക്കണം. അതാണ് ആറ്റമിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. അതിനുശേഷം പങ്ക്ച്വേഷൻ വരാം, ക്യാരക്ടേഴ്സ് വരാം, ക്വാർട്ടഡ് ക്യാരക്ടർ, സ്ട്രിങ് വരാം. ഓക്കെ, അപ്പൊ ആറ്റം എന്ന് പറയുന്നത് സിംബൽസ് ആണ്, അത് ഐഡന്റിഫയർ പോലെയാണുള്ളത്, അത് ബിഗിൻസ് വിത്ത് ലോവർ കേസ് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, ഇത് എക്സാമ്പിൾ ആണ് ആറ്റമിന്. FOO ഇതൊരു ആറ്റമാണ്, പിന്നെ എന്താണ് അതിനുശേഷം പങ്ക്ച്വേഷൻസ് വരാം, സിംബൽസ് വരാം, പിന്നെ എന്താണ് ഹായ് എന്ന് പറയുന്നൊരു ഇതാണ്, പിന്നെ എന്താണ് ഇതൊക്കെ എന്താണ് ആറ്റമിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് നമ്പേഴ്സ് ആയിരിക്കാം, ആറ്റം ആയിരിക്കാം. ആ നമ്പേഴ്സ് തന്നെ എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആയിരിക്കാം, ഇൻറ്റിജർ നമ്പേഴ്സ് ആയിരിക്കാം, അതാണ് നമ്പേഴ്സ്. ഓക്കെ, ആറ്റം എന്താന്ന് പറഞ്ഞു, നമ്മൾ നമ്പർ എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ വേരിയബിൾ, ഇതൊക്കെ നമ്മൾ സിയിൽ പഠിച്ച പോലെ തന്നെയാണ് വേരിയബിൾ ഒക്കെ വരുന്നത്. നമ്മൾ ഐഡന്റിഫയർ നമ്മൾ സിയിൽ യൂസ് ചെയ്ത ഐഡന്റിഫയറിന് പകരം അവിടെ എന്ത് പറയുന്നു, ആറ്റം എന്ന് പറയുന്നു. ഓക്കെ, വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്, ലുക്സ് ലൈക്ക് ആൻ ഐഡന്റിഫയർ ബിഗിൻ വിത്ത് ആൻ അപ്പർ കേസ് ലെറ്റർ. അതാണ് ഇവിടെയുള്ള ഡിഫറൻസ്. വേരിയബിൾ അവിടെ എന്താണ് നമ്മൾ സിയിലൊക്കെ ഇതിലോ അവിടെയും നമുക്ക് അപ്പർ കേസ് ലെറ്ററും ഒക്കെ യൂസ് ചെയ്യാലോ. ഇവിടെയും എന്താണ് വേരിയബിൾ ലുക്ക് ലൈക്സ് ആൻ ഐഡന്റിഫയർ ബിഗിൻ വിത്ത് ആൻ അപ്പർ കേസ് ലെറ്റർ. വേരിയബിൾ ഈസ് എനി, ഇതൊക്കെ റൂൾസ് ആണ് കേട്ടോ. വേരിയബിൾ നമ്മൾ സിയിലൊക്കെ പറയുന്ന പോലെ വേരിയബിൾ ഈസ് എനി സ്ട്രിംഗ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ ദാറ്റ് ബിഗിൻസ് വിത്ത് ആൻ അപ്പർ കേസ് ലെറ്റർ ഓർ ആൻ അണ്ടർസ്കോർ. ഓക്കെ, അണ്ടർസ്കോറിൽ ബിഗിൻ ചെയ്യാം, അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്ററിൽ അത് ബിഗിൻ ചെയ്യാം. ഓക്കെ, വേരിയബിൾസ് ആർ നോട്ട് ബൗണ്ട് ടു ടൈപ്പ് ബൈ ഡിക്ലറേഷൻ. നമ്മൾ സിയിലൊക്കെ ആണെങ്കിൽ ഇൻറ്റ് എ, ഇൻറ്റ് ബി, അല്ലെങ്കിൽ ഫ്ലോട്ട് എ, ഫ്ലോട്ട് സി എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ നമ്മൾ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ആ വേരിയബിളിന്റെ. പക്ഷെ ലോജിക്കൽ പ്രോഗ്രാമിംഗിൽ അങ്ങനെ ഇന്ന ടൈപ്പ് എന്നൊന്നും ഡിക്ലെയർ ചെയ്യണ്ട. അത് റൺ ടൈമിൽ എന്തായിരിക്കും, നമ്മളിതിൽ ഇൻറ്റിജർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ബൈൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ ഫ്ലോട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ, ഞാനിപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിൾ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ എനിപ്പോൾ ഞാൻ റൺ ടൈമിൽ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഇൻറ്റിജർ ആയിട്ട് ബൈൻഡ് ചെയ്യും. ഞാൻ 7.5 ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫ്ലോട്ട് ആയിട്ട് ബൈൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇത് F ക്യാപിറ്റൽ ലെറ്റർ ആണ് ബിഗിൻ ചെയ്യുന്നത്, ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ് ബിഗിൻ ചെയ്യുന്നത്, ഇത് സിംഗിൾ എന്താണ് വേരിയബിൾ ആണ്, ബിഗിൻസ് വിത്ത് അപ്പർ കേസ് ലെറ്റർ ആൻഡ് ഓർ എന്താണ് അപ്പർ കേസ് ലെറ്ററും ആവാം, അല്ലെങ്കിൽ അണ്ടർസ്കോറിൽ നിങ്ങൾക്ക് ബിഗിൻ ചെയ്യാം. പിന്നെ എന്താണ് സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ് ആവാം, പിന്നെ എന്താണ് ലോവർ അപ്പർ കേസ് ലെറ്റേഴ്സ് ഒക്കെ വരാം. ഓക്കെ, പിന്നെ അടുത്തത് ഇതിൽ ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെന്താന്ന് നിങ്ങൾക്കറിയോ? അതായത് നമ്മളൊരു വാരിയബിൾസിന് വാല്യൂ കൊടുക്കുന്ന, നമ്മൾ അടുത്ത് ഇതിലൊരു കാര്യം പറയാനുള്ളതാണ് ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇൻസ്റ്റാൻഷിയേഷൻ എന്താണെന്നുള്ളത്. ഒരു വേരിയബിളിന് വാല്യൂ ബൈൻഡ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബൈൻഡിങ് ഓഫ് എ വാല്യൂ ടു വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈൻഡിങ് ഓഫ് എ വാല്യൂ ടു എ വേരിയബിൾ ഈസ് കോൾഡ് എൻ ഇൻസ്റ്റാൻഷിയേഷൻ. ഓക്കെ, ആ ടേം ഓർത്ത് കൊടുക്കണം. റെസല്യൂഷൻ, ഇൻസ്റ്റാൻഷിയേഷൻ ആൻഡ് യൂണിഫിക്കേഷൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകും. അപ്പോൾ വേരിയബിൾ വാല്യൂ ഒരു വേരിയബിളിലോട്ട് ബൈൻഡ് ചെയ്യുന്നതിനെയാണ് ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻസ്റ്റാൻഷിയേഷൻ ഒക്കേഴ്സ് ഓൺലി ഇൻ റെസല്യൂഷൻ പ്രോസസ്. ലോജിക്കൽ പ്രോഗ്രാമിന്റെ കേസിൽ ഇൻസ്റ്റാൻഷിയേഷൻ ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്, റെസല്യൂഷൻ പ്രോസസ്സിലാണ് നടക്കുന്നത്. ഓക്കെ, റെസല്യൂഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ വേരിയബിൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. വേരിയബിൾ എന്ന് പറയുന്നത് ലുക്സ് ലൈക്ക് ആൻ ഐഡന്റിഫയർ ആണ്, ബിഗിൻ വിത്ത് അപ്പർ കേസ് ലെറ്റർ ആണ്. പിന്നെ നമുക്ക് ബിഗിൻ വിത്ത് അണ്ടർസ്കോർ വെച്ചിട്ടും ബിഗിൻ ചെയ്യാം. വേരിയബിൾസ് ബൗണ്ട് ചെയ്യില്ല, ഏത് ടൈപ്പ് ആണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല. പിന്നെ എന്താണ് വേരിയബിളിൽ വാല്യൂ ബൈൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്നത്. ആ ഇൻസ്റ്റാൻഷിയേഷൻ ഒക്കർ ചെയ്യുന്നത് റെസല്യൂഷന്റെ സമയത്താണ്. വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താണ് അൺഇൻസ്റ്റാൻഷിയേറ്റഡ് വേരിയബിൾ ആണ്. ഓക്കെ, അതിന്റെ സ്കോപ്പും അതിന്റെ ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്യില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. ദർ ആർ നോ ടൈപ്പ് ഡിക്ലറേഷൻ. പിന്നെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് എവറി വേരിയബിൾ ഈസ് ലിമിറ്റഡ് ടു ദ ക്ലോസ് ഇൻ വിച്ച് ഇറ്റ് അപ്പിയേഴ്സ്. ഇതിലെല്ലാം ക്ലോസസ് ആയിട്ടാണെന്ന് പറഞ്ഞു ലോജിക്കൽ പ്രോഗ്രാമിംഗിൽ. സോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വേരിയബിൾ ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ക്ലോസിൽ മാത്രമായിരിക്കും. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷനിൽ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ വേരിയബിൾ. ഇനി നമ്മൾ ആറ്റം പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു, നമ്മൾ നമ്പർ പഠിച്ചു, വാരിയബിൾ പഠിച്ചു,
ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രെഡിക്കേറ്റ്സ്. സ്ട്രക്ചേഴ്സ് കൺസിസ്റ്റ് ഓഫ് ആൻ ആറ്റം കോൾഡ് ഫങ്ക്ചർ ആൻഡ് എ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടാവും? ഒരു ആറ്റം ഉണ്ടാവും. ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡന്റിഫയർ. ഇതൊരു ഐഡന്റിഫയർ ആണ്. ട്രെയിൻ, ടീച്ചേഴ്സ്, എന്നൊക്കെ ഐഡന്റിഫയർ. ആൻഡ് ഫങ്ക്ചർ ആൻഡ് എ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്. ഓക്കെ, ഇതിലെന്തായിരിക്കും? റോഞ്ചസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ആറ്റം ആണ്. പിന്നെ എന്താണ്? അത് ജനറൽ ആയിട്ട് നമ്മൾ കൺസിസ്റ്റ് ഓഫ് ആൻ ആറ്റം കോൾഡ് ദ ഫങ്ക്ചർ, അതിനെയാണ് നമ്മൾ ഫങ്ക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്, ആറ്റം ഉണ്ടാവും, അതിനെയാണ് ഈ ഒരു റെയിനി എന്ന് പറയുന്നത് ഒരു ആറ്റമാണ്, അതിനെ നമ്മൾ ഇവിടെ എന്താണ് പറയുന്നത്? ഫങ്ക്ചർ ആൻഡ് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്. സ്ട്രക്ചറിൽ എന്തുണ്ടാവും? കൺസിസ്റ്റ് ഓഫ് ആൻ ആറ്റം കോൾഡ് ദ ഫങ്ക്ചർ ആൻഡ് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്. ഇതൊക്കെ എന്താണ്? സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. റെയിനി, റോഞ്ചസ്റ്റർ ഒരു സ്ട്രക്ചർ ആണ്. അതിൽ എന്തുണ്ട്? ഒരു ആറ്റം ഉണ്ട്, ഇതിനെയാണ് നമ്മൾ ഫങ്ക്ചർ എന്ന് പറയുന്നത്. പിന്നെ സീക്വൻസ് ഓഫ് ആർഗ്യുമെന്റ്. ഇവിടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫങ്ക്ചർ ആണ്, അല്ലെങ്കിൽ ആറ്റം ആണ്. അതിൽ സീക്വൻസ് ഓഫ് ആർഗ്യുമെന്റ്, സ്കോട്ട്, CS254 എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ് ആണ്. ബിൻ ട്രീ എന്ന് പറയുന്ന ഒരു ഫങ്ക്ചർ ആണ്, ആറ്റം ആണ്. അതിൻ്റെ ഉള്ളിൽ സീക്വൻസ് ഓഫ് ആർഗ്യുമെന്റ്, FO ബിൻ ട്രീ, അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെയും ലിസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? സ്ട്രക്ചർ ആൻഡ് പ്രെഡിക്കേറ്റ്സ്. ഓക്കെ, പ്രൊലോഗ് റിക്വയർസ് ദ ഓപ്പണിംഗ് പാരന്തസിസ് ടു കം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫങ്ക്ചർ. നമ്മളിപ്പോൾ ഫങ്ക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കണം? പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ലോജിക്കൽ പ്രോഗ്രാമിംഗിൽ ഒരു എന്തുണ്ടായിരിക്കണം? ബിഗിൻസ് വിത്ത് എ പാരന്തസിസ്. അതായത് നമ്മളൊരു ഫങ്ക്ചർ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് ആർഗ്യുമെന്റ്സ് എഴുതേണ്ടത്. ഓക്കെ, ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ആർബിട്രറി ടേംസ് ആവാം, കോൺസ്റ്റന്റ് ആവാം, വാരിയബിൾസ് ആവാം, അല്ലെങ്കിൽ നെക്സ്റ്റഡ് സ്ട്രക്ചർ ആവാം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആർഗ്യുമെന്റ്, ഇതൊക്കെ ആർഗ്യുമെന്റ് ആണ്. ഇതിലെന്താവാം? ആർബിട്രറി ടേംസ് ആവാം, ഇവിടെ ടേംസ് വരാം, കോൺസ്റ്റൻസ് വരാം, അല്ലെങ്കിൽ എന്താവാം? വാരിയബിൾസ് ആവാം, അല്ലെങ്കിൽ നെസ്റ്റഡ് സ്ട്രക്ചർ ആവാം. അതായത് ഒരു നെസ്റ്റഡ് സ്ട്രക്ചറിൽ ഇവിടെ വന്നിരിക്കുന്നത് ബിൻ ട്രീ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പല ഇതിലും പഠിച്ച് അതിന്റെ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ എന്താണ്, അതേപോലത്തെ കൺസെപ്റ്റ് ഇവിടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? കൺസിസ്റ്റ് ഓഫ് ആൻ ആറ്റം, അതിനെയാണ് നമ്മൾ ഫങ്ക്ചർ എന്ന് പറയുന്നത്. പിന്നെ സീക്വൻസ് ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ഇതിനാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫങ്ക്ചർ എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം സീക്വൻസ് ഓഫ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്, ഇതിൽ ആർഗ്യുമെന്റ്സ് എന്തൊക്കെ ആവാം? ആർഗ്യുമെന്റ്സ് എന്തൊക്കെ ടേംസ് ആവാം? കോൺസ്റ്റൻസ് ആവാം, വാരിയബിൾസ് ആവാം, നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് ആവാം. കോൺസ്റ്റന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, വാരിയബിൾസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ എന്താണ്? പിന്നെ നെസ്റ്റഡ് സ്ട്രക്ചേഴ്സും ആവാം. ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ ഇതിൽ പോസിബിൾ ആണ്. സ്ട്രക്ചറിന്റെ ഉള്ളിലുള്ള ആർഗ്യുമെന്റ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രെഡിക്കേറ്റ്സ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ലോജിക്കൽ പ്രോഗ്രാമിന്റെ ഇത്രയും കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു. കോൺസ്റ്റന്റ് പഠിച്ചു, ആറ്റം പഠിച്ചു, വാരിയബിൾ പഠിച്ചു, ഐഡന്റിഫയർ പഠിച്ചു, സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രെഡിക്കേറ്റ്സ് പഠിച്ചു. സ്ട്രക്ചർ, ഇതിന്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുകയാണ്. വി യൂസ് ദ ടേം പ്രെഡിക്കേറ്റ് ടു റെഫർ ദ കോമ്പിനേഷൻ ഓഫ് ഫങ്ക്ചർ ആൻഡ് ആൻ അരിറ്റി. അതായത് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ തന്നെയാണ്. നമ്മൾ സ്ട്രക്ചറിനെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയും. അപ്പോൾ സ്ട്രക്ചർ എന്തിന്റെ കോമ്പിനേഷൻ ആണ്? ആറ്റമിന്റെ കോമ്പിനേഷനും അല്ലെങ്കിൽ ഫങ്ക്ചറിന്റെ കോമ്പിനേഷനും ആൻഡ് സീക്വൻസ് ഓഫ് ആർഗ്യുമെന്റിന്റെ കോമ്പിനേഷനും ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് atom structure consists of an atom called a functor and a list of argument. ഓക്കെ, അതിനൊരു ചെറിയൊരു പേര് മാറ്റിയിട്ട് പറയുകയാണ് നമ്മൾ പ്രെഡിക്കേറ്റ്. അതായത് പ്രെഡിക്കേറ്റ് തന്നെയാണ് സ്ട്രക്ചർ. അത് കോമ്പിനേഷൻ ഓഫ് ഫങ്ക്ചർ ഉണ്ടാവും. ആ സീക്വൻസ് ഓഫ് ആർഗ്യുമെന്റ് നമ്മൾ എന്തായിട്ട് പറഞ്ഞു? കോമൺ ആയിട്ട് അരിറ്റി എന്ന ടേമിൽ പറഞ്ഞു. സ്ട്രക്ചർ ഓർ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഫങ്ക്ചർ ആൻഡ് ആൻ ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു. ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്, ആ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റിനെയാണ് ഒരു ടേം ആയിട്ട് പറഞ്ഞത് അരിറ്റി എന്ന് പറയുന്ന ടേം ആയിട്ട്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ റെയിനി എന്ന് പറയുന്ന ഒരു പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ ആണ്. ഇതിന്റെ അരിറ്റി, അതിന്റെ ആർഗ്യുമെന്റ്സ് എത്രയാണ്? 1 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അരിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിന്റെ അരിറ്റി എന്ന് പറയുന്നത് 2 ആണ്. കാരണം എന്താണ്? 2 ആർഗ്യുമെന്റ്സ്, നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? അരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ അരിറ്റി എന്ന് പറയുന്നത് 2 ആണ്. റെയിനി എന്ന് പറയുന്നതിന്റെ അരിറ്റി എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഒരു ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മൾ റെസല്യൂഷൻ. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. റെസല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? റെസല്യൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻ ഇൻഫറൻസ് ഫ്രം 2 ഹോൺ ക്ലോസസ്. അതായത് ഇൻ ഓർഡർ ടു ഡിറൈവ് എ ന്യൂ സ്റ്റേറ്റ്മെന്റ്. റെസല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഇൻഫറൻസ് നമ്മൾ ഉണ്ടാക്കുവാണ്. നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് നിങ്ങൾ അങ്ങനെയല്ലേ ലോജിക്കലി തിങ്ക് ചെയ്യുന്നത്. അതായത്
ഇപ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരാൾ കോളേജ് വരാനുള്ള ഒരു പോസിബിലിറ്റി, കാരണം അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം, അവൻ ബസ്സിൽ പോകുന്നത് വേറൊരാൾ കണ്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം, ബസ്സിൽ പോകുന്നത് വേറൊരാൾ കണ്ടിട്ടുണ്ട്. ഈ രണ്ട് പോസിബിലിറ്റിയും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, വേറൊരു റൂൾ ഇൻഫർ ചെയ്തെടുക്കുകയാണ്, അവൻ കോളേജിലാണ് പോയത്. ഓക്കെ, ഈ രണ്ട് ഹോൺ ക്ലോസസ് നിന്ന്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു, പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഇൻഫർ ചെയ്തെടുത്തു. അതാണ് ഇൻഫറൻസ്. ഓക്കെ, അതായത് ഈ രണ്ട് കാര്യങ്ങളിൽ വേറൊരു കാര്യം നിങ്ങൾ എഴുതി. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ്, ബസ് പോകുന്നു എന്നുള്ളത് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. എന്താണ്, അവൻ കോളേജിലാണ് പോയത്. ഓക്കെ, ഇതാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ നമ്മൾ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക, പുതിയൊരു റൂൾ ഇൻഫർ ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിലുള്ള സാധനത്തിൽ നിന്ന് പുതിയൊരു റൂൾ നിങ്ങൾ ഇൻഫർ ചെയ്തെടുക്കുക. അതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻ ഇൻഫറൻസ് ഫ്രം ടു ഹോൺ ക്ലോസസ്. ഓക്കെ, അതായത് ടു ഡിറൈവ് എ ന്യൂ സ്റ്റേറ്റ്മെന്റ് കമ്പൈനിങ് എന്താണ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യുമ്പോൾ ലൈക്ക് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യും. അതായത് റെസൊല്യൂഷൻ നടക്കുന്നത് ലൈക്ക് ടേംസ് ക്യാൻസൽ ചെയ്തിട്ടാണ് ത്രൂ ദ പ്രോസസ് റെസൊല്യൂഷൻ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ CABDC, ഇതൊരു രണ്ട് ഹോൺ ക്ലോസസ് ആണ്. ഇതൊരു ഹോൺ ക്ലോസസ് ആണ്, ഇതൊരു ഹോൺ ക്ലോസസ് ആണ്. ANBC ഇതൊരു ഹോൺ ക്ലോസസ് അല്ലേ? ഇതെന്താണ്, ഇത് റൂൾ അല്ലേ? ഇതൊരു റൂളാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കൊണ്ട് ANB ആണ്. പിന്നെ DC ഇതും ഒരു റൂളാണ്. ഈ രണ്ട് റൂളിന്ന് നിങ്ങൾ വേറൊരു പുതിയ റൂൾ ഇൻഫർ ചെയ്തെടുക്കുകയാണ്. പറഞ്ഞിട്ടുണ്ട് ക്യാൻസലിങ് ലൈക്ക് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവർ പുതിയ റൂളൊക്കെ ഇൻഫർ ചെയ്തെടുക്കുന്നത്. ഇവിടെ CC എന്ന് പറയുന്നത് ലൈക്ക് ടേംസ് ആണ്. സോ ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ DABI ഇതാണ് പുതിയ റൂൾ എന്ന് പറയുന്നത്. ഈ രണ്ട് ഹോൺ ക്ലോസസ് നിന്ന് പുതിയൊരു ഹോൺ ക്ലോസസ് ആണ്, അല്ലെങ്കിൽ പുതിയൊരു റൂൾ ഇൻഫർ ചെയ്തെടുത്തു. അത് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ക്യാൻസലിങ് ലൈക്ക് ടേംസ് ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു റൂൾ ഇൻഫർ ചെയ്തെടുത്തു. ഓക്കെ, ഇതാണ് റെസൊല്യൂഷൻ. ചോദിക്കുന്നതാണ്, റെസൊല്യൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻ ഇൻഫറൻസ് ഫ്രം ടു ഹോൺ ക്ലോസസ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. അതിൽ അങ്ങനെ ചെയ്യുമ്പോൾ ലൈക്ക് ടേം ക്യാൻസൽ ചെയ്യും. അതാണ്, അതേ കാര്യമാണ് നമ്മൾ ഇവിടെ കണ്ടത്. നിങ്ങൾ ഇവിടെ കണ്ടോ, റെയിനി XYയും കോൾഡ് YZും ഇത് രണ്ടും കൂടെ ചെയ്തിട്ട് പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻഫർ ചെയ്തെടുത്തത്, സ്നോവി XZ. അതിലെങ്ങനെയാണ് XZ വന്നത്, ഇവിടെ ലൈക്ക് ടേംസ് ആയ വൈയും ക്യാൻസൽ ചെയ്തു. സോ XZ ആയി. അതാണ് ഇവിടെ നടന്നത്. ഓക്കെ, റെസൊല്യൂഷൻ അടുത്ത എക്സാമ്പിൾ ആണ് ഓൾഡർ XY പാരന്റ് XY. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു റൂളാണ്. വൈസർ XY ഓൾഡർ XZ ഇതൊരു റൂളാണ്. നമ്മൾ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഇൻഫർ ചെയ്തെടുക്കുകയാണ്. ഇതിൽ ലൈക്ക് ടേംസ് എന്താണ്, ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്, ഓൾഡർ XY എന്നുള്ളത്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. പുതിയൊരു പ്രെഡിക്കേറ്റ്സ് നമുക്ക് റൂൾ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തു വന്നു, വൈസർ XY പാരന്റ് XY. ഓക്കെ, ഇത്രയൊക്കെയുള്ള എന്താണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്, പക്ഷെ ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ രണ്ട് എക്സാമ്പിൾ എങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞത് നമ്മൾ എന്താണ് ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താന്നുള്ളത്. വാരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നടക്കുന്നത് എപ്പോഴാണ്, ഏത് സമയത്താണ്, റെസൊല്യൂഷന്റെ സമയത്താണ്. യൂണിഫിക്കേഷൻ അടുത്തതാണ്. യൂണിഫിക്കേഷൻ ഡ്യൂറിംഗ് റെസൊല്യൂഷൻ ഫ്രീ വേരിയബിൾ മേ അക്വയർ വാല്യൂ ത്രൂ യൂണിഫിക്കേഷൻ വിത്ത് എക്സ്പ്രഷൻ ഇൻ മാച്ചിങ് ടേംസ്. അതായത് യൂണിഫിക്കേഷൻ 3 കൺസെപ്റ്റ് ആണ്, റെസൊല്യൂഷൻ, ഇൻസ്റ്റാൻഷിയേഷൻ ആൻഡ് യൂണിഫിക്കേഷൻ. അതിൽ യൂണിഫിക്കേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതും ചോദിക്കും. യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത് റെസൊല്യൂഷന്റെ സമയത്താണ് ഇൻസ്റ്റാൻഷിയേഷനും നടക്കുന്നത്, അതുപോലെ റെസൊല്യൂഷന്റെ സമയത്താണ് എന്ത് നടക്കുന്നത്, യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നടക്കുന്നത്. ഫ്രീ വേരിയബിൾസ് മേ അക്യൂർ വാല്യൂസ്. നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന വേരിയബിൾസ്, അതിന് വാല്യൂ, ഇപ്പോൾ എക്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഫ്രീ വേരിയബിൾ ആണ്. അതിന് വേണമെങ്കിൽ എന്ത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് എക്സിന് 2 ആവാം, Y ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. അത് ഫ്രീ വേരിയബിൾ ആണ്. ആ ഫ്രീ വേരിയബിളിന് വാല്യൂ അക്യൂർ ചെയ്യുന്നത് ത്രൂ ഏത് വഴിയാണ്, യൂണിഫിക്കേഷൻ വഴിയാണ്. ഓക്കെ, റെസൊല്യൂഷന്റെ സമയത്ത് ഫ്രീ വേരിയബിളിന് എന്തെങ്കിലും ഒരു വാല്യൂ അക്യൂർ ചെയ്യുന്നത് ഏത് പ്രോസസ്സിംഗ് വഴിയാണ്, യൂണിഫിക്കേഷൻ പ്രോസസ്സിംഗ് വഴിയാണ്. ഓക്കെ, അതാണ് ഡെഫിനിഷൻ. During resolution, free variables may acquire value through unification. Okay, ഇവിടെ നിങ്ങൾ ഇത് രണ്ട് പ്രെഡിക്കേറ്റ്സ് ആണ്, ഫ്ലോവറി എക്സ്, റെയിനി എക്സ്. ഇതൊരു റൂളാണ്. വേറൊരു റൂളാണ് എന്ത്, റെയിനി റോഞ്ചസ്റ്റർ. ഇത് റൂളിൽ ഫാക്റ്റ് ആണ്, കാരണം റൈറ്റ് ഹാൻഡ് സൈഡ് ഇല്ല. ഇത് റൂളാണ്.
ഈ രണ്ട് റൂളിൽ നിന്ന് വേറൊരു റൂള് ഇൻഫർ ചെയ്തെടുത്തു. ഫ്ലവറി റോഞ്ചസ്റ്റർ എന്നൊരു റൂൾ ഇൻഫർ ചെയ്തെടുത്തു. ഇതാണ് നമ്മൾ രണ്ട് റൂള്, അതിൽ വേറൊരു റൂൾ ഇൻഫർ ചെയ്തെടുത്തു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ റെസൊല്യൂഷന്റെ സമയത്താണ് എന്ത് നടക്കുന്നത്, ഫ്രീ വേരിയബിൾസിന് വാല്യൂ എന്ത് നടക്കുന്നത്, അക്യൂർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി എക്സും എക്സ് എന്നൊക്കെ പറയുന്നത് ഫ്രീ വേരിയബിൾ ആണ്. ഇത് എന്തില്ല, പ്രത്യേകിച്ച് ഒരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല. ഈ ഒരു എക്സിന് നമ്മൾ വാല്യൂ അക്യൂർ ചെയ്യുക. അത് എന്ത് വാല്യൂ ആണെങ്കിലും അക്യൂർ ചെയ്യുന്നത് ഏത് സമയത്താണ്, റെസൊല്യൂഷന്റെ സമയത്താണ്. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് എക്സ് ഫ്രീ വേരിയബിൾ ആണ്. ഇവിടെ റെയിനി റോഞ്ചസ്റ്റർ, ഇവിടെ എന്തുണ്ട്, റോഞ്ചസ്റ്റർ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഉള്ളത്. ഇവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്, റെസൊല്യൂഷന്റെ സമയത്ത് എന്താ പറഞ്ഞത്, ലൈക്ക് ടേംസ് ക്യാൻസൽ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടിനെയും, ഈ രണ്ട് റൂളും റെസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് ലൈക്ക് ടേംസ് ക്യാൻസൽ ചെയ്യും. അല്ല, ഇവിടെ ലൈക്ക് ടേം ഏതൊക്കെയാണ്, റെയിനി എക്സ് എന്ന് പറയുന്നത്, റെയിനി എന്ന് പറയുന്നത് ലൈക്ക് ടേം ആണ്, ഇതും ലൈക്ക് ടേം ആണ്. ഇത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്തങ്ങ് പോകും. പിന്നെ നമ്മള് ഇൻഫർ ചെയ്ത റൂളിൽ എന്ത് മാത്രമേ വരൂ, ഫ്ലവറി എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടാവും. ആ സമയത്ത് ഫ്ലവറി എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്രീ വേരിയബിൾ ആണ്. അതിന് എന്ത് വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും, റോഞ്ചസ്റ്റർ എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ റെയിനി എന്താണ്, ഈ എക്സ് എന്ന് പറയുന്ന ഫ്രീ വേരിയബിൾ അക്യൂർഡ് ദ വാല്യൂ ഓഫ് റോഞ്ചസ്റ്റർ ഡ്യൂറിങ് ദ റെസൊല്യൂഷൻ. ദിസ് ഈസ് നോൺ ആസ് യൂണിഫിക്കേഷൻ. മനസ്സിലായിട്ടുണ്ടാവും. അതായത് റെസൊല്യൂഷന്റെ സമയത്ത് ഫ്രീ വേരിയബിൾസിന് വാല്യൂ അക്യൂർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്റ്റാൻഷിയേഷൻ എന്തായിരുന്നു, വേരിയബിൾസിന് വാല്യൂ ബൈൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ഹോൺ ക്ലോസസ് നിന്ന് മൂന്നാമതൊരു ഹോൺ ക്ലോസസ് അല്ലെങ്കിൽ റൂള് ഇൻഫർ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷന്റെ സമയത്ത് ഫ്രീ വേരിയബിൾസ് വാല്യൂ അക്യൂർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് യൂണിഫിക്കേഷൻ. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഇവിടെ രണ്ട് പ്രെഡിക്കേറ്റ് ലോജിക് ഉണ്ട്. അതിൽ റെസൊല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ലൈക്ക് ടേംസ് ആയ റെയിനി ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ ഫ്ലവറി മാത്രമേ ഉണ്ടാവും. ഫ്ലവറിയിലുള്ള എക്സിന് നമ്മൾ എന്ത് അക്യൂർ ചെയ്ത് വരും, ആ സമയത്ത് റോഞ്ചസ്റ്റർ എന്ന് പറയുന്ന വാല്യൂ അക്യൂർ ചെയ്ത് വരും. ഇതാണ് യൂണിഫിക്കേഷൻ.